ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം ഞാനിത് എൻ്റെ വീട്ടിൽ ചെയ്യാറുള്ളത്, എൻ്റെ കിച്ചണിലും ചെയ്യാറുള്ള ടിപ്സാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ടിപ്സൊക്കെ അറിയുമെന്ന് വെച്ചെങ്കിൽ കമൻറ്റ് ആയിട്ടൊന്ന് വീഡിയോയുടെ താഴെ ഒന്ന് എഴുതണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്കും ചെയ്തേക്കുക, സപ്പോർട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് വെക്കില്ലേ, കോഴിമുട്ട പുഴുങ്ങാനായിട്ട് വെക്കുമ്പോൾ മുട്ട വെള്ളത്തിൽ വെക്കുന്ന സമയത്ത് അതൊന്ന് തൊണ്ടൊന്നും ചിന്നാനോ അല്ലെങ്കിൽ തിളയ്ക്കുന്ന സമയത്ത് തൊണ്ടൊന്നും ചിന്നാനോ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളയും പിന്നെ മുട്ടയുടെ വെള്ളയും മഞ്ഞയൊക്കെ പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ പോവും, ആ മുട്ട മൊത്തത്തിൽ വേസ്റ്റ് ആയ പോലെയാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങാനായി വെക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഒരു മുട്ട ഇതിൽ ചിന്നിയിട്ടുണ്ട്. മെല്ലെ അതിൻ്റെ ഉള്ളിലൂടെ തൊണ്ടിൻ്റെ ഉള്ളിലൂടെ വെള്ള പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ, മുട്ടയുടെ വെള്ള പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ വിനാഗിരി ഒഴിച്ചപ്പോൾ അത് സ്റ്റോപ്പാവും, പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പാവും, പിന്നെ പുറത്തേക്ക് വരില്ല. അപ്പോൾ ആ മുട്ട ഞാനൊന്ന് തോട് പൊളിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ആ മുട്ടയ്ക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ, ഷേപ്പൊന്നും പോവാതെ അടിപൊളിയായിട്ട് തന്നെ കിട്ടി. ഹോട്ടലിലേക്ക് വേണ്ടിയിട്ടൊക്കെ 60-70 മുട്ടയൊക്കെ ഒരുമിച്ച് പുഴുങ്ങുന്നവരുണ്ട്. അവരുടെ ഒരു മുട്ട പോലും വേസ്റ്റ് ആവില്ല, ഷേപ്പൊന്നും പോവാതെ കിട്ടും. കാരണം അവരിതുപോലെ 2-3 സ്പൂൺ വിനാഗിരി ഈ മുട്ട പുഴുങ്ങണയിലേക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഒന്നും മിസ്സാവാതെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മളെ ചക്കക്കുരു ഇല്ലേ, അത് ഈസി ആയിട്ട് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത്. ഇത് ഫ്രഷ് ചക്കക്കുരുവാണ് കേട്ടോ. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സ് എടുക്കുക, എന്നിട്ട് നമ്മുടെ ചക്കക്കുരു ഒക്കെ അതിലേക്ക് ഇടുക, എന്നിട്ട് അത് ഫ്രീസറിൽ സൂക്ഷിക്കുക. നമുക്ക് ആവശ്യത്തിന് മാത്രം കുറച്ച് ചക്കക്കുരു എടുത്താൽ മതി. ഇത് ഞാൻ ഇപ്പോൾ ഇത് നല്ല ഫ്രീസ് ആയിട്ടുള്ള ചക്കക്കുരുവാണ് കേട്ടോ എടുത്തേക്കുന്നത്. വളരെ കുറച്ച് എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റോളം പുറത്ത് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ മേലെ നിറച്ച് വെള്ളം വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരു ടവൽ എടുത്തിട്ട് ഒക്കെ ഒന്ന് നന്നായി തുടച്ചു കൊടുക്കുക. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയി കിട്ടും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചതിന് ശേഷം ഈ തോട് കണ്ടില്ലേ, അതിൻ്റെ തോട് ഇങ്ങനെ എടുക്കാവുന്നതുള്ളൂ. അതിൻ്റെ വെള്ള തോടായാലും ബ്രൗൺ കളറായിട്ടുള്ള തോടായാലും കണ്ടില്ലേ, എത്രയും പെട്ടെന്നാണ് കിട്ടുന്നത് നോക്കുക. കണ്ടില്ലേ, ഈസി ആയിട്ട് തന്നെ നമുക്കിത് വേഗം തൊലി കളഞ്ഞെടുക്കാവുന്നതുള്ളൂ. ഫ്രീസറിൽ വെക്കുന്ന കാരണം തന്നെ ഒരുപാട് കാലം കേടാവാതെ നമുക്ക് ചക്കക്കുരു സൂക്ഷിക്കാനും പറ്റും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ, ചിക്കൻ എന്നല്ല ഏത് മീറ്റ് ആയാലും അത് എത്ര വട്ടം കഴുകിയാലും അതിൻ്റെ ബ്ലഡിൻ്റെ അംശം കുറച്ചെങ്കിലും അതിൽ നിൽക്കണ പോലെ നമുക്ക് തോന്നും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 1-2 വട്ടം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു 2-3 സ്പൂൺ വിനാഗിരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഏത് മീറ്റാണോ മേടിച്ചിട്ടുള്ളത് അത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നന്നായി ഒന്നുകൂടി കഴുകി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മീറ്റ് ഫ്രഷ് ആയി കിട്ടും കേട്ടോ. ബ്ലഡിൻ്റെ ഒരു അംശം പോലും നമുക്കതിൽ കാണാനായിട്ട് പറ്റില്ല. നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ മീറ്റ്. പിന്നെ ഒരു മണം ഉണ്ടാവും. ചിക്കൻ ആണെങ്കിലും ഏത് മീറ്റ് മേടിച്ചാലും ഒരു മണം ഉണ്ടാവും. ആ മണമൊന്നും ഉണ്ടാവില്ല. നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. പിന്നെ അതുമല്ല, ഇത് കുക്ക് ചെയ്താലായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, തലേ ദിവസത്തെ ചോറ്, ബാക്കി വന്നിട്ടുള്ള ചോറ് പിറ്റേ ദിവസം നമ്മൾ കഴുകിയിട്ട് തിളപ്പിച്ച് കഴിക്കുമല്ലോ, അത് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് പറയണത്. അപ്പോൾ അത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഇതുപോലെ വാറ്റിയെടുക്കുക, നന്നായി വാറ്റിയെടുക്കുക. എന്നിട്ടൊരു കുക്കർ എടുക്കുക. കുക്കറിൽ വേറെ ഒന്നും നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട. കഴുകി വെച്ചിട്ടുള്ള കുക്കറാണ് കേട്ടോ. അതിലേക്ക് നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കുക. വെള്ളം നന്നായി വാർത്തതിന് ശേഷം ഈ ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ അതിൻ്റെ മൂടി വെച്ച് അടയ്ക്കുക. അതിൻ്റെ വെയിറ്റ് ഊരി മാറ്റി വെക്കണം കേട്ടോ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, വെയിറ്റ് ഇട്ടിട്ട് വെക്കരുത്. എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് സ്റ്റൗമ്മയ്ക്ക് നമ്മുടെ കുക്കർ വെക്കാം. ചോറ് അടിയിൽ പിടിക്കും, കരിഞ്ഞ് പിടിക്കും എന്നൊന്നും പേടിക്കാനില്ല. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ ഈ വിസിലിൻ്റെ ഉള്ളിലൂടെ ആവി വരും, പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് ആ ആവി പുറത്തേക്ക് വന്നോട്ടെ. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ചോറ് അപ്പം തന്നെ ഉപയോഗിക്കണമെങ്കിൽ അപ്പം തന്നെ ഉപയോഗിക്കാം. ഉപയോഗിക്കണില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ നമ്മൾ കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ വെക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് അവിടെ ഇരുന്നോളും. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എടുത്താൽ മതി. ഇതിപ്പോൾ രാത്രി ആയാലും ഒരു കേടും വരില്ല കേട്ടോ. കണ്ടില്ലേ, ഈ പാത്രത്തിൻ്റെ അടിയിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല, വെള്ളം ഉണ്ടാവില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറ് കിട്ടും. നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. നല്ല ഫ്രഷ് ആയിരിക്കും രാത്രി വരെ. ടിപ്പെന്ന് വെച്ചാൽ, നമ്മുടെ ചേന അരിയുമ്പോൾ നമ്മുടെ കൈ നന്നായി ചൊറിയാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. എൻ്റെ കയ്യിൽ നിന്ന് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പക്ഷേ എൻ്റെ അനിയത്തി അതുപോലെ ചേച്ചിയുടെ മോൾക്കൊക്കെ ചേന അരിയാന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചേന അരിയുന്നതിൻ്റെ മുന്നേ തന്നെ കുറച്ച് ഭസ്മം, ആ ഭസ്മം നന്നായി കൈമ നന്നായി തേച്ച് കൊടുക്കുക കേട്ടോ. ഇത് എൻ്റെ അമ്മ ചെയ്യണത് കാണാറുണ്ട്. ഞാൻ വീട്ടിലേക്ക് കുറേയൊക്കെ ഓർഡർ വരുമ്പോൾ ചേന അവിയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ചേന എടുത്തിട്ട് അരിയുമ്പോൾ അമ്മ കുറച്ച് ഭസ്മം കൈമ തേക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഭസ്മം ഇല്ല എങ്കിൽ നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഇല്ലേ, സാധാരണ വെളിച്ചെണ്ണ, അത് നന്നായി കൈമ തേച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് നേരത്തേക്ക് വെള്ളം ആക്കരുതിട്ട്, കൈമയ്ക്ക് വെള്ളം ആക്കരുത്. അങ്ങനെ മുറിച്ച ഉടനെ തന്നെ നമ്മുടെ കൈ കഴുകിയാൽ നമ്മുടെ കൈ ചൊറിയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഏകദേശം ചേന ഒന്ന് വേവണ സമയം വെയിറ്റ് ചെയ്താൽ മതി. ശേഷം സോപ്പോ ലിക്വിഡോ ഉപയോഗിച്ചിട്ട് നമ്മുടെ കൈ നന്നായി കഴുകിയെടുക്കുക. ചൊറിയില്ല കേട്ടോ.
പിന്നെ ഇതേ അടുത്തത് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും മീൻ ഫ്രൈ ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ ചട്ടിയിൽ ഒട്ടി പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മസാല ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വെളിച്ചെണ്ണയിൽ ചിക്കൻ ഫ്രൈ ചെയ്യണ വെളിച്ചെണ്ണയിൽ കുറച്ച് വേപ്പിൻ്റെ ഇലയില്ലേ അത് ഇട്ട് കൊടുക്കുക. ഇപ്പം തീരെ ഒട്ടി പിടിക്കില്ല, ചട്ടിയിൽ തീരെ ഒട്ടി പിടിക്കില്ല. അതുമല്ല മസാല ഒന്നും നമ്മുടെ ചിക്കൻ വന്ന് വിട്ടു പോവില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ആളുകൾ ചെയ്യണുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് പറഞ്ഞത്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് മസാല ഒന്നും പോവാതെ ചിക്കൻ ഫ്രൈ ചെയ്തത് കിട്ടും കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കുമ്പോഴും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോഴും ഒക്കെ ആയിട്ട് നന്നായി ഒന്ന് വഴുക്കണ പോലെ ഒട്ടി പിടിക്കണ പോലെ തോന്നും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിക്കുക. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടിയുടെ ടേസ്റ്റും കൂടും, പിന്നെ ഇങ്ങനെ ഒട്ടി പിടിക്കില്ല, പരസ്പരം ഒട്ടി പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീസറിൽ വെച്ചിട്ടുള്ള മീനൊക്കെ പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് വറുക്കേണ്ട ഒരു ആവശ്യം വന്നു, അല്ലെങ്കിൽ കറി വെക്കേണ്ട ആവശ്യം വന്നു, എന്നാൽ അതിൻ്റെ കട്ടയൊന്നും വിട്ടുപോയിട്ടില്ല എങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി എന്നിട്ട് നമ്മുടെ ഈ ഫ്രീസ് ചെയ്തിട്ടുള്ള മീനോ അല്ലെങ്കിൽ ചിക്കനോ ഏതാണെങ്കിലും ആ വെള്ളത്തിൻ്റെ മേലെ വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ കാണാം, നമുക്ക് അതിൻ്റെ ഐസൊക്കെ വിട്ട് വരുന്നത് കാണാം. പെട്ടെന്ന് തന്നെ നമുക്കതെടുത്ത് ഫ്രൈ ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് വെളുത്തുള്ളി എങ്ങനെ പെട്ടെന്ന് നന്നാക്കി എടുക്കാം, അതിനുള്ള 2 ടിപ്സാണ് പറയണത്. വീട്ടിലൊക്കെ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന കാരണം തന്നെ ഒരുപാട് വെളുത്തുള്ളിയുടെ ആവശ്യം വരാറുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ ചെയ്യാറുള്ളതാണ്. വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ അല്ലിയാക്കി മാറ്റിയിട്ട് ഇട്ടതിന് ശേഷം 2-3 തുള്ളി വെളിച്ചെണ്ണ ഇല്ലേ, അത് ഈ വെളുത്തുള്ളിമേ ഇറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് എല്ലായിടത്തും വെളിച്ചെണ്ണ എത്തുന്ന രീതിയിൽ നന്നായി കൈ കൊണ്ടൊന്ന് തിരുമ്പി കൊടുക്കുക. എന്നിട്ട് വെയിലത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ചൂടുള്ള വെയിലാണെങ്കിൽ തോല് പെട്ടെന്ന് അടന്ന് കിട്ടും കേട്ടോ. 1-2 ദിവസം വെക്കുക. എന്നിട്ട് നമുക്ക് അപ്പം തന്നെ തോല് കളയണമെന്ന് വെച്ചെങ്കിൽ അപ്പം തന്നെ തോല് കളഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് സാധാരണ കൊട്ടയിലിട്ട് വെച്ചാലും പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യത്തിന് എടുത്ത് പെട്ടെന്ന് തോല് കളയാനായിട്ട് പറ്റും കേട്ടോ. മറ്റൊരു ടിപ്പും കൂടി ഉണ്ട് വെളുത്തുള്ളി വേഗത്തിൽ തോല് കളയാനായിട്ട്. ഇതെൻ്റെ മക്കൾ ചെയ്യാറുള്ളതാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇങ്ങനെ അല്ലികളാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നല്ല ചൂടുള്ള വെള്ളം, തിളയ്ക്കാനായിട്ട് നിൽക്കണ്ട, നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. പിന്നെ ഞാൻ ഇവിടെ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ വേഗം തന്നെ തോല് കളഞ്ഞു തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഈ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൻ്റെ തോലൊക്കെ നന്നായി അടന്നിങ്ങനെ നിൽക്കണം കാണാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വെളുത്തുള്ളിയുടെ തോല് കളഞ്ഞെടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഈസി ആയിട്ട് തന്നെ വേഗത്തിൽ തന്നെ തോല് കളഞ്ഞെടുക്കാം. അതെല്ലാം അതിങ്ങനെ വിട്ട് ഇങ്ങനെ നിൽക്കണുണ്ടാവും കേട്ടോ. അടുത്തതായിട്ട് മീൻ, നമ്മുടെ ചാള അല്ലെങ്കിൽ ചെതുമ്പലുള്ള ഏത് മീനും പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് പറയണത് കേട്ടോ. ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ചാളയാണ്. അത് വെള്ളത്തിലിട്ടിട്ട് ഉടനെ തന്നെ അതിൻ്റെ വാലും അതുപോലെ തന്നെ തലയും കുടലും കളഞ്ഞിട്ട് ഞാൻ വേറെ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ചെതുമ്പലൊന്നും കളയണില്ല കേട്ടോ. ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അത് ഈ ചാള മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വേറെ പാത്രത്തിൽ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ മൊത്തം ചാളയുടെയും വാലും കുടലും അതുപോലെ തലയും കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ചെതുമ്പലൊക്കെ പെട്ടെന്ന് വിട്ടു പോരുള്ളൂ. അപ്പോൾ എല്ലാത്തിൻ്റെയും വാലും തലയൊക്കെ കളഞ്ഞ് വരുമ്പോഴേക്കും ചെതുമ്പൽ കണ്ടില്ലേ, എല്ലാം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്, നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. കത്തി കൊണ്ട് മെല്ലെ ഒന്ന് തൊട്ട് കൊടുത്താൽ പോലും പെട്ടെന്ന് അതിൻ്റെ ചെതുമ്പൽ വൃത്തിയായി കിട്ടും കേട്ടോ. കൈ കൊണ്ട് എടുത്താൽ പോലും ചെതുമ്പൽ വേഗം തന്നെ പോരും. ചെതുമ്പൽ ഇതുപോലെ വെള്ളത്തിൽ മുക്കി പിടിച്ചിട്ട് ഇങ്ങനെ ചെത്തി എടുക്കുകയാണെങ്കിൽ പുറത്തേക്ക് ഒന്നും തെറിക്കില്ല കേട്ടോ. ഒക്കെ വെള്ളത്തിൽ തന്നെ ഉണ്ടാവും, പുറത്തേക്കോ അല്ലെങ്കിൽ പിന്നെ നിലത്തേക്കോ ഒന്നും തെറിച്ച് പോകില്ല. 2-3 മിനിറ്റ് എടുത്തിട്ട് എല്ലാം മീൻ്റെയും ചെതുമ്പൽ ഇങ്ങനെ കളഞ്ഞെടുക്കുക കേട്ടോ. ചെതുമ്പലുള്ള മീൻ ഇങ്ങനെ നന്നാക്കി കഴിഞ്ഞാലായിട്ട് നമുക്ക് ഈസി ആയിട്ട് എത്ര വേണമെങ്കിലും നന്നാക്കി എടുക്കാം. ഒരു ഉടച്ചിലും സംഭവിക്കില്ല. കണ്ടില്ലേ, എത്രയും ക്ലീൻ ആയിട്ടാണ് മീൻ കിട്ടിയേക്കണത് നോക്കുക. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് മീൻ നന്നാക്കി കഴിയും. പിന്നെ അതുപോലെ തന്നെ കടല, ഗ്രീൻ പീസും ഒക്കെ തലേ ദിവസം നമ്മൾ രാത്രി വെള്ളത്തിലിട്ട് വെക്കാറുണ്ട്. പിറ്റേ ദിവസം കാലത്ത് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ചില ദിവസം നമ്മളത് മറക്കും അല്ലേ. അതൊരു പ്രശ്നമില്ല. നമ്മൾ കുതിർക്കാൻ ആഗ്രഹിക്കുന്നത് ഏതാണോ, കടലയാണോ ഗ്രീൻ പീസാണോ, അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉടനെ തന്നെ അത് മൂടി വയ്ക്കുക. ചൂടൊന്നും പോകണ്ട, വേഗം തന്നെ എയർ ടൈറ്റ് ആവുന്ന രീതിയിൽ അത് അടച്ചു വയ്ക്കുക. 1 മണിക്കൂറിനുള്ളിൽ നന്നായി കുതിർന്ന് കിട്ടും കേട്ടോ. 1 മണിക്കൂറിന് ശേഷം നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. വേറൊരു മെത്തേഡും കൂടി ഉണ്ട് കേട്ടോ. ഗ്രീൻ പീസ് കുക്കറിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് ഉടനെ തന്നെ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. 1 മണിക്കൂർ ആകുമ്പോഴേക്കും നന്നായി കുതിർന്നിട്ടുണ്ടാവും കേട്ടോ. അടുത്ത ഒരു ടിപ്പെന്ന് വെച്ചാൽ ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ചെയ്ത് നോക്കണതാണ് കേട്ടോ. ഇതെനിക്ക് വളരെ ഉപകാരമായിട്ടുള്ള ഒരു ടിപ്പായിരുന്നു. അതായത് നമ്മൾ ചിക്കനോ മീറ്റോ വേറെ എന്തെങ്കിലും ആവട്ടെ, ഇതുപോലെ കൂടുതലായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാതും ഒരുമിച്ച് ഫ്രീസ് ചെയ്യാതെ കുറേശ്ശെ ആയിട്ട് ഒരു കുഞ്ഞു കവറിലാക്കിയിട്ട് കെട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി. മൊത്തം കട്ട അങ്ങനെ വെട്ടിപ്പൊളിച്ച് അല്ലെങ്കിൽ കൈ മുറിഞ്ഞ് അങ്ങനെയൊക്കെ ആദ്യമൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് എടുത്ത് കറി വയ്ക്കുക, വറക്കുക, എന്താണെങ്കിൽ ഇതുപോലെ ഫ്രീസ് ആയിട്ടുള്ള
ചിക്കനോ മീറ്റോ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ വേഗം തന്നെ കുറച്ച് പാത്രത്തിൽ വെള്ളം ഒന്ന് ചൂടാക്കുക, തിളയ്ക്കാനായിട്ട് നിൽക്കണ്ട. എന്നിട്ട് നമ്മൾ മീറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പാത്രമല്ലേ, വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള പാത്രം, അത് ഈ ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് ഇറക്കി വെച്ചാൽ മതി. ഇതുപോലെ ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ അതൊക്കെ വിട്ട് കിട്ടും, ഐസൊക്കെ പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ. പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല പുളിയും ഉപ്പും ഒക്കെ എല്ലാം അത് നന്നായി പിടിച്ചിട്ടുണ്ടാവും, നല്ല സോഫ്റ്റും ആവും കേട്ടോ. അതുപോലെ കുറച്ച് സോസും, ടൊമാറ്റോ സോസ് ഇല്ല, അതും ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. ചെറുനാരങ്ങയുടെ നീരാണ് ഏറ്റവും പ്രധാനം. നല്ല ടേസ്റ്റാണ് ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കുമ്പോൾ. ചിക്കൻ നല്ല സോഫ്റ്റ് ആവും, നല്ല പഞ്ഞി പോലെയാവും കേട്ടോ. ചിക്കനൊക്കെ മസാല പുരട്ടി കുറച്ച് നേരം നമ്മൾ എന്തെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഏകദേശം ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് കൂടുള്ളൂ. പക്ഷേ നമുക്ക് സമയമില്ല, പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് നേരം നമ്മൾ ഫ്രീസറിൽ വെക്കുക കേട്ടോ. അടച്ചിട്ട് മസാലയൊക്കെ പുരട്ടിയത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതുപോലൊക്കെ ഉപ്പും മുളക് അതുപോലെ നാരങ്ങയുടെ പുളിയും എല്ലാം നന്നായി പിടിച്ച് കിട്ടും പെട്ടെന്ന് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് വേഗം ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവും. ഒട്ടും സമയമില്ലെങ്കിൽ മാത്രം ഫ്രീസറിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. സവാള അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സവാള ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് തോലെല്ലാം കളഞ്ഞ് നല്ല കഴുകിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. പിന്നെ അരിയുമ്പോഴായിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരില്ല, തീരെ വെള്ളം വരില്ല കേട്ടോ. അല്ലെങ്കിൽ ഫ്രീസറിലൊന്നും വെക്കാൻ സമയമില്ല, വേഗം തന്നെ കുറേ ഒക്കെ അരിഞ്ഞെടുക്കാനുണ്ട്. ഒരു 5 കിലോ 6 കിലോ ഒക്കെ അരിഞ്ഞെടുക്കാനുണ്ടെങ്കിൽ ഇതുപോലെ ഒരു നനഞ്ഞ തുണി അടുത്ത് വെച്ചാൽ മതി കേട്ടോ. സവാള അരിഞ്ഞതിൻ്റെ അടുത്തായിട്ട് നനഞ്ഞ തുണി ഒന്ന് നിർത്തി വെച്ചാൽ മതി. അപ്പോൾ കണ്ണരിച്ചിലുണ്ടാവില്ല കേട്ടോ. അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സാമ്പാറൊക്കെ വയ്ക്കുമ്പോൾ ഒരു 2 മുരിങ്ങക്കായും കൂടി ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഒരു മണമാണല്ലേ സാമ്പാറിന്, പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയിട്ടാണ്. അപ്പോൾ മുരിങ്ങക്കായൊക്കെ എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കൂടുതലായിട്ട് കിട്ടുമ്പോൾ ഇതുപോലെ ചെറുതാക്കി മുറിച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യ കാലം ഒരു 2-3 മാസത്തോളം ഇരുന്നോളൂ കേട്ടോ. അപ്പോഴും നമുക്ക് ആവശ്യത്തിന് മുരിങ്ങക്കായ കിട്ടുകയും ചെയ്യും, കുറേ കാലം ഇരുന്നോളും. ആവശ്യത്തിന് മാത്രം 1-2 എടുത്തിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഒരു ടിപ്പെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങാമുറിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിരകി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതിന് പാലും കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അതൊരു പാത്രത്തിലിട്ടിട്ട് നല്ല തിളച്ച വെള്ളം അതിൻ്റെ മേലേക്ക് കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാലായിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഐസൊക്കെ വിട്ട് കിട്ടും. അതുപോലെ ചിരകി എടുക്കാനും ഈസി ആയിരിക്കും, പെട്ടെന്ന് ചിരകി എടുക്കുകയും ചെയ്യുക. തേങ്ങാപ്പാലാണെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കിട്ടും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഞാൻ ആദ്യമൊക്കെ തേങ്ങ ചിരകാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തേങ്ങയൊക്കെ ചിരകാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴായിട്ട് പെട്ടെന്ന് തന്നെ ചിരകി കണ്ടില്ലേ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ എല്ലാവരും. പിന്നെ ഇന്നത്തെ ടിപ്പുകളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഉപകാരമായെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥിരം ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ടിപ്പുകൾ ഇതുപോലെ വീട്ടിൽ ടിപ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.